ഗുഡ് മോർണിംഗ്. എനിക്ക് കോവിഡ്-19 ഒന്നും അല്ല കേട്ടോ. ഞാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അതിപ്രശസ്തമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അതിപ്രശസ്തമാണ് കേട്ടോ. ഇതൊക്കെ നല്ല പ്രശസ്തമാണ്. ഇവിടെ വന്ന് ഒരു വലയമെങ്കിലും വയ്ക്കാത്തവർ, ഒരു വലയം വയ്ക്കാത്ത ആൾക്കാർ തിരുവനന്തപുരം ജില്ലയിൽ വളരെ വിരളമായിരിക്കും. മറ്റ് ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നതും ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ്, SIT, ചിത്ര, അങ്ങനെ കുറച്ച് RCC, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരിക്കലെങ്കിലും കയറാത്ത ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കയറണുണ്ട്. അതെൻ്റെ കൊച്ചുമോന് വേണ്ടിയാണ്. ഇടയ്ക്ക് ഒരു ചെറിയ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് എത്തുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം വീണ്ടും SIT വാസത്തിലായിരുന്നു. അതാണ് വീഡിയോ ഇടാനൊന്ന് ഡിലേ ആയത്. അങ്ങനെ SITയിലുള്ള ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോ അങ്ങനെ നമ്മൾ ഇട്ട് സന്തോഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നു എന്നുള്ളതിനൊരു മറുപടി മാത്രമാണ്. ഇത് കേശവാറ്റിയുടെ ഫ്രണ്ട് വശമാണ്. SIT ഹോസ്പിറ്റലാണ്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇവിടെയായിരുന്നു എൻ്റെ ക്ഷേത്ര ദർശനം. അങ്ങനെ ഇവിടെ ഞാൻ പുറത്ത് കുറച്ച് സമയം ഇരിക്കും. ഞങ്ങളെ ഇങ്ങനെ 10 മണിയൊക്കെ ആകുമ്പോൾ ഇനി പുറത്ത് വരാറുണ്ട്. ആ സമയങ്ങളിലുള്ള ഒരു ചെറിയ കാഴ്ചയാണ് ഇതാ കാണുന്നത്. രാവിലെ നല്ല തിരക്കായിരിക്കും. ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയേണ്ട, ഇപ്പം ഭയങ്കര തിരക്കാണ്. ഇപ്പം എല്ലാ പിള്ളേർക്കും പനിയാണ്. പനി കാരണം ആശുപത്രിയിൽ ഒരു ബെഡ് പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പം കുറച്ച് ബെഡൊക്കെ ഒഴിച്ചിട്ടത് കാഷ്വാലിറ്റിയിൽ നാളെ നിറഞ്ഞിട്ടുണ്ട്. അവരെ വീണ്ടും ഇങ്ങോട്ട് പോവേണം. അങ്ങനെ ഞങ്ങളിതാ പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു പനി വന്നതാണ്. ഞങ്ങളെ കുഞ്ഞിന് സുഖമായി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു ഇതാണ്. മെഡിക്കൽ കോളേജ് നടയിൽ കൂടെ ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോകണം. ഒരു ആശ്വാസം എന്നറിയണം. ആറ്റുകാൽ കോവിലിൽ പോയിട്ട് ഇറങ്ങണതിൻ്റേതായ ഒരു സന്തോഷം. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ അവിടെ ഇരുന്നും വെള്ളം കുടിക്കാൻ പാടില്ലാതെയും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഞങ്ങളവിടെ പല കാഴ്ചകളും കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരാശ്വാസം, ശുദ്ധവായുവും ശ്വസിച്ച് ഞങ്ങളിതാ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതാണ്. കുഞ്ഞിന് നല്ല സുഖമായി. പനിയാണ്. ഇപ്പം പനിയൊക്കെ വന്നാൽ നമ്മൾ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവനാണെങ്കിൽ 1 വയസ്സേ ആയുള്ളൂ. അതുകൊണ്ട് വച്ചുകൊണ്ടിരിക്കാനൊന്നും പാടില്ല. നമ്മൾ SIT തന്നെയാണ് സ്ഥിരമായി കുഞ്ഞിനെ കാണിക്കുന്നത്. അതുകൊണ്ട് അവനെ ഞങ്ങൾ സ്ഥിരം SIT തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്ത് വന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെ കയറി ഞാൻ കിടന്ന് കളയും കേട്ടോ. അവർ വിടാറില്ല. ഇവിടെ കിടക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പം ദർശനം നടത്തുന്നുണ്ട്. ഇനി ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ കയറാത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല. നമ്മളെ മെഡിക്കൽ കോളേജിൽ കുറേ കാലം കയറി ഇറങ്ങി എൻ്റെ അച്ഛന് വേണ്ടി. ചിത്രയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൊച്ചുമോനെയും കൊണ്ടാണ് കയറുന്നത്. അതിനു മുമ്പ് കയറിയതായി എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. എൻ്റെ മക്കളെയൊന്നും കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ യാദൃശ്ചികമായി ആരെങ്കിലും നോക്കാൻ വേണ്ടി കയറിയോന്നറിയില്ല. അല്ലാതെ ഞാൻ കയറിയതായിട്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ ചിത്രയിൽ ഞാൻ കുറേ ദിവസം കയറി ഇറങ്ങി. അത് വെറും ഒരു പാഴായ ഒരാവശ്യത്തിന് വേണ്ടി ചിത്രയിൽ കുറച്ച് ദിവസം കയറി ഇറങ്ങി. അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു കേട്ടോ. ചിത്രയിലൊന്നും നമ്മൾ പോകാൻ പാടില്ലായിരുന്നു. നമുക്ക് പോവേണ്ട ആവശ്യമില്ലായിരുന്നു. പോട്ടെ, അത് പോട്ടെ. ഗുഡ് മോർണിംഗ്. താങ്ക് യു.